എല്ലാവർക്കും നമസ്കാരം. Respected legends and my brothers and sisters in Christ and the septuagenarians. ഞാനൊട്ടും ഫോർമലായിട്ടല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ നാട്ടില് പുരാതനമായ ദേവാലയങ്ങളിലൊക്കെ നല്ല ഒരുപാട് വർഷങ്ങളായ മരങ്ങൾ നമ്മൾ കാണും. നല്ല തറയൊക്കെ കിട്ടി നല്ല സുന്ദരമായ മരങ്ങൾ നമ്മുടെ നാട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ആ മരങ്ങൾ ഒരിക്കലും വയസ്സായി എന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ പറയുന്ന മരം വളർന്നു. അപ്പൊ ഇവർക്ക് വയസ്സായതല്ല, ഞങ്ങൾ വളർന്നു. ആരെങ്കിലും ചോദിച്ചാൽ പ്രായമായോ എന്ന് ചോദിച്ചാൽ പറയണം, ഇല്ല, ഞങ്ങൾക്ക് 70 വർഷം ഞങ്ങൾ വളരുമായിരുന്നു. അപ്പം എന്റെ ഊഹം അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ 1953 ജനിച്ചത്. ഇവര് പ്രത്യേകതയുള്ളവരാണ്. ഇവരാണ് ബേബി ബൂമേഴ്സ്. ഇവര് 1946 മുതൽ 1964 ഉള്ള ആ സമയത്തുള്ളവരാണ്. വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് ജനിച്ച പ്രത്യേക ആൾക്കാരാണ്, ബേബി ബൂമേഴ്സ് ആണ്. ഇവരുടെ സമയത്താണ് ടെലിവിഷൻ ഒക്കെ ഇൻവെന്റഡ് ആയത്. ഹൗ ദ ടെക്നോളജി ഹാസ് ഇംപ്രൂവ്ഡ്, ഹാസ് ഗ്രോൺ സോ ഫാർ. സോ പ്രത്യേകിച്ച് ഇരിക്കുന്ന ഈ രണ്ടമ്മമാര് ഒരുപാട് കാറ്റും കോളും ഒക്കെ നിറഞ്ഞ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ്. പക്ഷെ എപ്പോഴും ഓർക്കുക, ഒരു ചെടി അത് വളർത്തി വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തിൽ വളരത്തില്ല. അത് മഴയും വെയിലും സ്നോയും എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് നമ്മളിവിടെ വരെ എത്തി. ഇനി ഞാൻ റിക്വസ്റ്റ് ചെയ്യും, ഉപദേശമൊന്നും തരേണ്ട കാര്യമല്ല, പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മള് ആദ്യം നമ്മുടെ പേരൻസിനും സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, പിന്നെ നമ്മുടെ ഹസ്ബൻഡും പിന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ചു. ഇപ്പൊ ഗ്രാൻഡ് ചിൽഡ്രന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങള് എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്, ഇനി നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്ന സമയമാണ്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയ ലോകത്ത് നമുക്ക് തന്നിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റാതെ പോയാൽ അതൊരു വലിയൊരു നഷ്ടമായി തീരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് എന്നില് ആർദ്രതയുള്ളൊരു മനോഭാവത്തോടെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്വയമായിട്ട് റെസ്പെക്ട് ചെയ്ത് ഒരു സൺഫ്ലവറിനെ കണ്ടിട്ടില്ലേ, അതാണെങ്കിൽ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും. അതുപോലെ സൂര്യകാന്തി നിൽക്കുന്നത് പോലെ പോസിറ്റീവ് എനർജിയായി മറ്റുള്ളവർക്ക് ജ്വലിച്ച് നിൽക്കാൻ ദീർഘായുസോടെ ഇരിക്കുന്ന ഈ രണ്ടമ്മമാർക്കും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ദിസ്.